ഇതാണ് കേട്ടോ ആലക്കോട്, അതായത് എൻ്റെ നാട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ നമ്മളെ നാട്ടിൽ പള്ളിപ്പെരുന്നാളാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഇന്നാണ് കേട്ടോ ടൗണിലേക്കൂടെ ഇല്ല പ്രദക്ഷിണം വരുന്നത്. ഞാൻ ഈ നാട്ടുകാരിയാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണാൻ പോകുന്നത്. അതിനൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിനി. അതുമാത്രമല്ല ഇതിങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ വണ്ടി ഒന്നും കടത്തി വിടൂല, ഫുൾ ബ്ലോക്ക് ആയിരിക്കും. വണ്ടികളെല്ലാം വേറെ ഏതിലോ വൈക്കൊക്കെയാണ് പോക്ക്. അപ്പോൾ ഇതാ നോക്കിയാൽ ശരിക്കും നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിലേക്ക് കൂടി ആട്ടാ ഇതിങ്ങനെ പോകുന്നത്. ഇത്രയും ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ഞാൻ ഇപ്പം ആട്ടാ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൗൺ പ്രദക്ഷിണം ഉണ്ടല്ലോ നമ്മളെ ലിയാക്കിന് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ തന്നെയാണ്. കാരണം ഒരുപാട് പേര് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ ഷോപ്പിനെ നോക്കുന്നുണ്ടായിനി. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഇത്രയും അടിപൊളി പരിപാടി ടൗണിൽ നടക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ താനുനെ കണ്ട എൻ്റെ കൈയെല്ലാം പിടിച്ചാകെ വലിക്കുന്നത്. സംഭവം വേറൊന്നല്ല, അപ്പുറത്ത് ബലൂൺ വെക്കുന്നുണ്ടായിനി, അത് വാങ്ങിത്തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ നേരം എൻ്റെ കൈയെല്ലാം പിടിച്ച് വലിച്ചിട്ടാ. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും വാങ്ങിക്കൊടുക്കൂലാന്ന്. അപ്പോൾ അതാ നേരെ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോൺ നോക്കേന്ന്. ഇത് ഞാൻ കാണുന്ന പോലെ തന്നെ എൻ്റെ മക്കളും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുണ്ടല്ല 7 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. നമ്മ ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഇത് എത്ര ടൈം ഉണ്ടാവും നമുക്കറിയില്ല. അങ്ങനെ നിന്ന് ലാസ്റ്റ് നമ്മളെ കാല് വെയ്യാണ്ടായിട്ടാ. അപ്പോൾ അതാ ഒരാൾ ഉള്ളിൽ പോയിട്ട് സ്റ്റൂളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്, കാല് വേദനയാന്നെല്ലാം പറഞ്ഞിട്ട്. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു നാടിൻ്റെ കൂട്ടായ്മ, എന്താ പറയുക, ഒത്തൊരുമ, അങ്ങനത്തെ ഒരു ഫീലിംഗ് അതിനോട്ട് എനക്കുണ്ടായത്. ഇതേ നോക്കിയ വലിയൊരു മയിലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഷോപ്പ് വരുന്നത്. ഷോപ്പിന് മുമ്പിൽ ആൾക്കാരെ നോക്കിയാൽ നിങ്ങൾ എത്രപാട് ആൾക്കാരാണെന്നറിയോ. അങ്ങനെ പരിപാടീൻ്റെ ഇടയിൽ നമ്മളെ താന് പപ്പി വീണ്ടും സീനാക്കിയിട്ടാ. പിന്നെ ഇവനോട് മല്ലടിച്ചിട്ട് കാര്യമില്ലയെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഷോപ്പ് ചെറുതായിട്ടൊന്ന് പൂട്ടി. എന്നിട്ട് നമ്മൾ ബലൂൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടേ ഇല്ല കേട്ടോ. ഇത് ഹൈഡ്രജൻ ബലൂണാണ് കേട്ടോ. ഇവനോട് ഞാൻ പറയുന്നുണ്ട് താനും ആ കയറ് വിട്ട ഒറ്റ പോക്ക് പോകും ആകാശത്തേക്ക്, പിന്നെ നിനക്കത് കിട്ടൂല എന്നല്ല. അതുകൊണ്ട് ഓൻ്റെ കൈക്ക് ഞാനിങ്ങനെ അത് കെട്ടിക്കൊടുത്തിട്ടാണ് ഉള്ളത്. രണ്ടാൾക്കും 2 ബലൂണാട്ടാ വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതാ 2 ആളെയും കൂട്ടിയിട്ട് ഷോപ്പിലേക്ക് പോയെന്ന്. എന്നിട്ട് 2 ആളോടും പറഞ്ഞ് ഇനി ഒരു കുരുത്തക്കേട് ഉണ്ടാക്കാൻ പാടില്ല, ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ചോണം എന്നുള്ളത്. അവിടെ നിന്ന് പിന്നെ ആ ഒരു ബലൂൺ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളുമല്ലോ, പുറത്തേക്ക് പോകില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലാക്കിയത്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ഇതാ 2 ആളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അനക്കാണെങ്കിൽ പേടിയായിക്കൊണ്ടിരിക്കുക എന്നിട്ടാ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് താനും ആ കയറ് മുറുക്ക പിടിക്കണേ എന്നുള്ളത്. അപ്പോൾ ഇതാ നോക്കിയേ ആകാശത്ത് നല്ല പടക്കെല്ലാം പൊട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓണേഴ്സ് വന്നു, അതായത് എൻ്റെ ഹസ്ബൻഡും അവളുടെ ഹസ്ബൻഡും. അങ്ങനെ അതിനുശേഷം നമ്മളിതാ നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ലോണം വിശക്കുന്ന ഉണ്ടായത്. നമ്മൾ വിചാരിച്ച് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളെ ചന്തയിലൊക്കെ കൊണ്ടുപോകുന്നു, പക്ഷെ ഏടി കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ ആലക്കോട് പള്ളിപ്പെരുന്നാൾ ഇതാ ഇവിടത്തോടുകൂടി അവസാനിച്ചിരിക്കുകയെന്ന്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയേന്ന്. ബായ്.